വിവാദ ഫോൺ സംഭാഷണത്തിൽ പാർട്ടിയോട് മാപ്പ് പറഞ്ഞ് തിരുവനന്തപുരം DCC മുൻ അധ്യക്ഷൻ പാലോട് രവി കവിവാക്യം ഉദ്ധരിച്ചായിരുന്നു മാപ്പ് പറച്ചിൽ. അതിനിടെ വിവാദ ഫോൺ സംഭാഷണം അന്വേഷിക്കാൻ KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പാർട്ടി ചുമതലപ്പെടുത്തി. പാലോട് രവി പാർട്ടിയോട് മാപ്പ് പറയുകയാണോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞാനതാണ് പറഞ്ഞത്. വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് രാജിവെച്ച പാലോട് രവിക്ക് പകരം KPCC ഉപാധ്യക്ഷൻ N ശക്തൻ ചുമതല ഏറ്റെടുത്തു. മുൻ വർഷങ്ങളെക്കാൾ പാർട്ടി സജ്ജം എന്നായിരുന്നു N ശക്തന്റെ പ്രതികരണം. പാലോട് പറഞ്ഞതിൽ തെറ്റില്ല, ചില വാക്കുകൾ മാത്രമാണ് പ്രശ്നമെന്നും N ശക്തൻ കൂട്ടിച്ചേർത്തു. എന്നാൽ പുറത്തു വന്ന ഫോൺ സംഭാഷണത്തിലൂടെ പാർട്ടി ഒന്നാകെ വെട്ടിലായതോടെയാണ് അടിയന്തര നടപടി എന്ന നിലയിൽ രാജി ചോദിച്ചു വാങ്ങിയത്. എങ്കിലും ആരോപണങ്ങൾ തീർന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിവാദം അന്വേഷിക്കാൻ KPCC തീരുമാനിച്ചത്. എങ്ങനെയാണ് ഫോൺ സംഭാഷണം ഉണ്ടായത്, അതെങ്ങനെ ചോർന്നു, ചോർത്തലിൽ നടപടി നേരിട്ട ജലീൽ ഉന്നയിക്കുന്ന ഗൂഢാലോചനാ വാദം എന്നിവയടക്കം അന്വേഷണ പരിധിയിലുണ്ട്. ആരോപണം ഉയർന്ന പ്രാദേശിക നേതാക്കളെ അടക്കം വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. പാലോട് രവി ഉന്നയിച്ച ആരോപണങ്ങളിൽ നിലവിലെ അവസ്ഥ അച്ചടക്ക സമിതി പരിശോധിക്കും. വിഷയത്തിൽ നീതിപൂർവമായ അന്വേഷണം നടത്തുമെന്ന് KPCC അച്ചടക്ക സമിതി അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പാലോട് രവിയുടെ വിവാദ ശബ്ദരേഖ ഒറ്റപ്പെട്ട സംഭവമാണെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു. ഞാൻ അതെന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ. അത് പരിശോധിച്ചിട്ടില്ല. KPCCയിൽ നിന്ന് ഞാനിത് നോക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന വന്നു. സ്വാഭാവികമായിട്ടത് പരിശോധിക്കും. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണത്തക്ക വിധത്തിലുള്ള വളരെ വിദഗ്ധമായ ഒരു നേതൃത്വം KPCCക്കുണ്ട്, നമ്മുടെ ദേശീയ തലത്തിലുണ്ട്. പരമാവധി വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നീക്കം. ഗൂഢാലോചനാ വാദത്തിൽ ഉയർന്ന പേരുകൾക്ക് ഈ വിവാദവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ അച്ചടക്ക സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെയും നടപടിയുണ്ടായേക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.